കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ സിലബസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. BA BSc കോമൺ കോഴ്സ് മലയാളം, അതായത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം. അതിൻ്റെ പേപ്പറിൻ്റെ പേര് മലയാള സാഹിത്യം 1 എന്നാണ്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പറിൻ്റെ പേര് മലയാള സാഹിത്യം 1. അപ്പോൾ ഈ പേപ്പർ, അതായത് മലയാള സാഹിത്യം 1 പഠിപ്പിക്കുന്നതിന് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഈ സിലബസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മലയാള സാഹിത്യ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുകയും എഴുത്തുകാരുടെ രചനാ സവിശേഷതകൾ പൊതുവായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയെ മനസ്സിലാക്കുക, അതേപോലെ തന്നെ എഴുത്തുകാരുടെ രചനാ സവിശേഷതകൾ മനസ്സിലാക്കുക. ഇനി ഈ മലയാള സാഹിത്യം 1 എന്നുള്ള ഈ പേപ്പറിന് 4 മൊഡ്യൂളുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ 4 മൊഡ്യൂളുകളിൽ 1ഉം 2ഉം മൊഡ്യൂളുകൾ കവിതകളാണ്. അതേപോലെ തന്നെ 3ഉം 4ഉം മൊഡ്യൂളുകൾ കഥകളുമാണ്. അപ്പം ഇങ്ങനെ 2 പാർട്ടാണ് ശരിക്കും. ഈ 2 പാർട്ടിനെ 4 മൊഡ്യൂളുകളാക്കിയിട്ട് തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂളുകളിൽ കവിതാ സാഹിത്യവുമായിട്ട് അല്ലെങ്കിൽ കാവ്യ സാഹിത്യ പ്രസ്ഥാനങ്ങളുമായിട്ട് പരിചയപ്പെടുക. രണ്ടാമത്തെ ഭാഗത്ത് കഥാസാഹിത്യവുമായിട്ട് പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് മലയാള കവിതാ സാഹിത്യത്തിലെ ആദ്യകാല കൃതികളാണ്. അപ്പോൾ കവിതകളുടെ പൊതു സ്വഭാവങ്ങൾ, കവികളെ പറ്റിയുള്ള സാമാന്യ വിവരണങ്ങൾ തുടങ്ങിയിട്ടുള്ളവ മനസ്സിലാക്കാനാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ മൊഡ്യൂളിൽ 4 കവിതാ ഭാഗങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന് ചെറുശ്ശേരിയുടെ കാളിയമർദ്ദന, അതായത് കൃഷ്ണഗാഥയിലെ ഒരു ചെറിയ ഭാഗം. രണ്ടാമത്തത് എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം, അധ്യാത്മരാമായണത്തിലുള്ള ഒരു ഭാഗം. മൂന്നാമത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. 4 കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണീ സ്വയംവരം, ഓട്ടംതുള്ളലാണ് അതിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ 4 പാഠഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. 1 കാളിയമർദ്ദനം, 2 ലക്ഷ്മണ സാന്ത്വനം, 3 ജ്ഞാനപ്പാന, 4 രുക്മിണീ സ്വയംവരം. അത് ഒക്കെ ഓരോ ചെറിയ ഭാഗങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നാടൻ പാട്ട്, വടക്കൻ പാട്ട്, മാപ്പിളപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതും അതേപോലെ തനിമയുള്ളതുമായിട്ടുള്ള സാഹിത്യ ശാഖയെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ച് തന്നിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തത് നാടൻ പാട്ടാണ്. എന്തു തൻ്റെ തീണ്ടലാണ് എന്ന് തുടങ്ങുന്ന വരികളാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഈ രണ്ടാമത്തത് വടക്കൻ പാട്ടാണ്. ആറ്റുമണമേലെ ഉണ്ണിയാർച്ച കൂത്തു കാണാൻ പോയ കഥയാണ് വടക്കൻ പാട്ടിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. മൂന്നാമത്തത് മാപ്പിളപ്പാട്ടാണ്. മറിയക്കുട്ടിയുടെ കത്ത് എന്നുള്ള പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ മാപ്പിളപ്പാട്ടാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗങ്ങൾ. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കഥകളാണ്. അതിൽ മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കഥകളാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ആകെ 7 കഥകൾ തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള 3 ആദ്യം പറയുന്നത്. അപ്പോൾ 1 കാരൂരിൻ്റെ മോതിരം എന്ന് പറഞ്ഞ കഥയാണ്.
2 കെ സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന് പറയുന്ന കഥയാണ്. 3 ഉറൂബിൻ്റെ രാച്ചിയമ്മ എന്ന് പറയുന്ന കഥയാണ്. ഇനി മൊഡ്യൂൾ 4 മൊഡ്യൂൾ 4 NP മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം, 2 CV ശ്രീരാമൻ്റെ ഒട്ടുചെടി, ഗീതാ ഹിരണ്യൻ്റെ ഘരേ ബായിരെ, പ്രമോദ് രാമൻ്റെ തണ്ടത്താഴ്. അപ്പം ഇങ്ങനെ 7 കഥകളുമാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പം ഈ കവിതാഭാഗങ്ങളും കഥകളും മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 100 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് 100 മാർക്കാണ് ആകെ ഉള്ളത്. പക്ഷേ 80 മാർക്കിൻ്റെ ചോദ്യപേപ്പറും 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കും ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ 80 മാർക്ക് നമ്മൾ ഈ പാഠഭാഗങ്ങളെ പരിചയപ്പെട്ട് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നേടേണ്ടതാണ്. 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട്, അതായത് അസൈൻമെൻറ്റ്, സെമിനാറ്, ഇൻറ്റേർണൽ എക്സാം, അതേപോലെ തന്നെ അറ്റൻഡൻസ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ് 20 മാർക്ക്. അപ്പോൾ ഈ ഒരു സെമ്മ് എന്ന് പറയുന്നത് 6 മാസ കാലമാണ്. ഒരു വർഷത്തിൽ 2 സെമ്മുകൾ, 2 സെമസ്റ്ററുകൾ ഉണ്ടാവും. അതിലത്തെ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ സിലബസാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ അടുത്ത 6 മാസത്തിന് വേറൊരു സിലബസും കൂടി വരും. അപ്പോൾ ഈ 6 മാസത്തെ സിലബസ് നമ്മൾ പഠിച്ചതിന് ശേഷം അടുത്ത 6 മാസത്തെ സിലബസും കൂടി നമ്മൾ ഈ വർഷം തന്നെ പരിചയപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ 6 മാസ കാലത്തേക്കുള്ള സിലബസാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് BA BSc കോമൺ കോഴ്സ് മലയാളമായിട്ടുള്ള മലയാള സാഹിത്യം 1 എന്ന പേപ്പറിനെ കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്.